നമസ്കാരം. മെസ്സിയും കലൂർ സ്റ്റേഡിയവും ആന്റോയും റിപ്പോർട്ടറും സർക്കാരും, ഇതാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ്. അതിന് പിന്നിലെ അജണ്ട എന്താണെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. മെസ്സി വരാൻ പോകുന്നു കേരളത്തിലേക്ക് എന്ന വാർത്ത കേട്ട് കായിക പ്രേമികളായ നമ്മളെല്ലാവരും ഒരുപോലെ സന്തോഷിച്ചവരാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം വരാൻ വൈകും എന്നാണ് ഈ ആന്റോ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു നമ്മൾ കണ്ടത്. അതായത് മെസ്സി വരില്ല എന്നല്ല പറഞ്ഞത്, മെസ്സി വരാൻ വൈകും, അതായത് അദ്ദേഹം എന്നാലും വരും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കായിക വകുപ്പ് മന്ത്രി പറയുന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? മെസ്സി വരില്ലാട്ടോ എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മെസ്സി വരില്ല എന്ന്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഈ മെസ്സി വരുമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ കായിക വകുപ്പ് മന്ത്രിയും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ മുഖം വീർപ്പിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വരില്ല 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 എന്ന് തുടക്കം മുതലേ ഇവർ പറഞ്ഞു നടക്കുകയായിരുന്നു. മെസ്സി ഇങ്ങോട്ട് വരരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചത്? അതായത് മെസ്സി വരുന്നില്ല എന്നുള്ള, അതായത് വരാൻ വൈകുന്നു എന്ന വാർത്ത കേട്ട ശേഷം മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റുന്നു. ആന്റോയുടെ തട്ടിപ്പാന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു, സർക്കാരിന്റെ തട്ടിപ്പാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. എന്നാൽ വരാൻ വൈകുന്നതാണ്, അദ്ദേഹം വരും എന്ന് പറയുന്നത് ആരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നീട് ഇനി മെസ്സിയെ പിടിച്ച് തൂങ്ങിയിട്ടുണ്ടെങ്കിൽ പണി പാടുമെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി. കാരണം മെസ്സി വരില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, മെസ്സി വരും എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇനി അതിൽ പിടിച്ച് തൂങ്ങുന്നത് അത്ര ബുദ്ധിയല്ല എന്ന് കണ്ട അവർ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് തൂങ്ങിയാടാൻ തുടങ്ങി. ഈ കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നതും ഇതേ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണല്ലോ. അപ്പോ ഇനി അതുമായി ബന്ധപ്പെട്ട് അവിടെ മരമുറി നടന്നിട്ടുണ്ട്, നവീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കലായി നമ്മുടെ മാധ്യമങ്ങൾ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ അവസാനം പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്റ്റേഡിയം ഒരു രീതിയിൽ നവീകരിക്കപ്പെടരുത്. അങ്ങനെ നവീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ കളി നടക്കും, മാത്രമല്ല മെസ്സി വരും. അപ്പോ അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങളും നടത്തുകയാണ്. എന്നാൽ എന്താണ് ഇതിന്റെ വസ്തുത? മത്സരത്തിനായുള്ള നവീകരണത്തിനായി സ്റ്റേഡിയം GCDയിൽ നിന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡിന് നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമാണെന്നിരിക്കെ ഇതൊന്നും സുതാര്യമല്ല, മാനദണ്ഡങ്ങളൊന്നും പാലിച്ചിട്ടല്ല എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു. കോൺഗ്രസ്സുകാരൊക്കെ അവിടെ ചെന്നിട്ട് സ്റ്റേഡിയം അടിച്ചു പൊളിക്കുന്നു. അതുപോലെ തന്നെ BJP-കാർ രംഗത്തേക്ക് ഇറങ്ങുന്നു. അപ്പോ ഇവരുടെയൊക്കെ ശ്രമം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പോർട്ടർ ചാനലാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ആന്റോ അല്ല ഇവരുടെ പ്രശ്നം, റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനല് നമുക്കറിയാം, ആന്റോ ഏറ്റെടുത്ത ശേഷം നിരവധി ബ്രേക്കിംഗ് ന്യൂസുകൾ പുറത്തേക്ക് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വാർത്തകളൊക്കെ UDF-നും BJP-ക്കും ക്ഷീണം ചെയ്യുന്നതായിരുന്നു. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെട്ട വാർത്തകളായിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനൽ ഇനി ഇങ്ങനെ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആപ്പീസ് പൂട്ടുമെന്ന് ഇവർക്ക് മനസ്സിലായി. പ്രതിപക്ഷം ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തി പെരുന്നുണകൾ പറഞ്ഞ് നടക്കുന്ന സമയത്താണ് റിപ്പോർട്ടർ ചാനൽ എന്താണ് ശരി ഏതാണ് ശരി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വിടാൻ തുടങ്ങിയത്. മാത്രവുമല്ല, പലരുടെയും തട്ടിപ്പുകൾ പുറത്തുവിടുന്ന കാഴ്ച കണ്ടു. കോൺഗ്രസിനകത്തുള്ള പൊട്ടിത്തെറികൾ പുറത്തുവിടുന്ന കാഴ്ച കണ്ടു. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനലാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഭൂമി കുംഭകോണ കേസ് കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനലാണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല വാർത്തകളും പുറത്തേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള മാധ്യമങ്ങൾക്കൊന്നും കീഴടങ്ങാതെ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ കിടന്ന് ആറാടാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണമെന്ന് ഓർത്തിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയൊരു സംഭവമാണ് മെസ്സി വരാൻ വൈകുന്നു. എന്നാൽ പിന്നെ മെസ്സി വരുന്നില്ല, ഇതിന്റെ പേര് വലിയ തട്ടിപ്പുകൾ നടക്കുകയാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും, രണ്ടു കൂട്ടരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കപ്പെടും. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിപ്പോർട്ടർ ചാനൽ പെട്ടെന്ന് റേറ്റിംഗിൽ ഒന്നാമതെത്തിയ ഒരു ചാനലാണ്. പെട്ടെന്നായിരുന്നു അവരുടെ വളർച്ച. ആ വളർച്ചയിൽ അവർക്ക് ഉണ്ടായത് വലിയ വലിയ നേട്ടങ്ങളാണ്. ആ നേട്ടത്തിൽ തകർന്നുപോയ ഒരുപാട് ചാനലുകളുണ്ട്. 24 ചാനൽ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ചാനൽ, മനോരമ, മാതൃഭൂമി, അങ്ങനെ എല്ലാ ചാനലുകളും വിട്ട് എല്ലാവരും റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ തന്നെ പോയിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് മറ്റുള്ള ചാനലുകൾക്കൊക്കെ ക്ഷീണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനൽ അടിച്ചിടുക എന്നുള്ളതാണ്, ബാക്ക് റേറ്റിൽ അവരെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരും കിട്ടിയ അവസരം മുതലാക്കുകയാണ്. അവർക്ക് വാർത്ത വേണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? അതായത് കോൺഗ്രസും BJP-യും എണ്ണയിട്ടതുപോലെ ചലിക്കണം, ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് UDF-ഉം BJP-യും എണ്ണയിട്ടതുപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പല വലതുപക്ഷ മാധ്യമങ്ങളും BJP ചാനലുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ് രണ്ടു കൂട്ടർക്കുമുള്ള ഗുണമെന്ന് പറയുന്നത്? അതായത് UDF-നെ സംബന്ധിച്ച് എന്താണ്, UDF-ന്റെ ഒരു പേടി സ്വപ്നമാണ് റിപ്പോർട്ടർ ചാനൽ, BJP-യുടെയും പേടി സ്വപ്നമാണ് റിപ്പോർട്ടർ ചാനൽ. പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി പല റിപ്പോർട്ടർമാരെ കൈകാര്യം ചെയ്തു നോക്കി, ഒരു രക്ഷയില്ല, അവർ കീഴടങ്ങുന്നില്ല. അപ്പൊ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക? ഇങ്ങനെ തകർക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ എടുത്ത് അവർ
കൈകാര്യം ചെയ്യുമെന്നും അവർക്കും അറിയാം. കാരണം റിപ്പോർട്ടർ ചാനലിന്റെ ബാർ റേറ്റ് ഉയരുന്നത് കൊണ്ട് മറ്റുള്ള ചാനലുകൾക്ക് നഷ്ടമുണ്ട്. കാരണം ബാർ റേറ്റ് ഉയരാൻ നേരത്ത് റിപ്പോർട്ടർ ചാനലിന്റെ ബിസിനസ് വലിയ രീതിയിൽ നടക്കും. അങ്ങനെ ബിസിനസ് നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചാനലുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ UDF-ന്റെയും BJP-യുടെയും ഒപ്പം തന്നെ മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും നിൽക്കുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി, മാധ്യമങ്ങൾ BJP-യെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം. ഇനി ആന്റോയിലേക്ക് വരികയാണെങ്കിൽ, ആന്റോക്ക് ചില നെഗറ്റീവ് ക്വാളിറ്റികളുണ്ട്. എന്താണ്? ആന്റോ നല്ലൊരു തട്ടിപ്പുകാരനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആന്റോ മരംമുറി കേസുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ ഒരുപാട് മരം മുറിച്ച് കടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗോ ഫോണും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഗംഭീര തട്ടിപ്പുകാരനാണ്. അതുകൊണ്ട് ഈ ആന്റോന്റെ പേരിൽ അടിച്ചിട്ടുണ്ടെങ്കിലാണ് റിപ്പോർട്ടർ ചാനലിന് കൊള്ളുകയുള്ളൂ എന്ന് നന്നായി തന്നെ മാധ്യമങ്ങൾക്കും അറിയാം, UDF-നും BJP-ക്കും അറിയാം. അതുകൊണ്ട് അടിക്കുന്നത് ആന്റോനാണെങ്കിലും കൊള്ളുന്നത് റിപ്പോർട്ടർ ചാനലിനാണ്. ആന്റോനെ അടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെ തകർക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് UDF-ഉം BJP-യും ഇവിടത്തെ മാപ്പറുകളും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കലൂർ സ്റ്റേഡിയവും മെസ്സിയും ഇത് തന്നെയാണ് വാർത്ത. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. മാത്രവുമല്ല, ആരെ കണ്ടാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഗുണമുണ്ടായിരുന്നു മറ്റുള്ള മാധ്യമങ്ങൾക്ക്. എന്താണെന്നറിയും, ഈ UDF-ഉം BJP-യും തുപ്പുന്നത് മുഴുവൻ സത്യമെന്ന രീതിയിൽ എടുത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് റിപ്പോർട്ടർ ചാനൽ വന്ന് ഇതിന്റെ വാസ്തവങ്ങൾ തേടിപ്പോകുന്ന കാഴ്ച ഉണ്ടായത്. റിപ്പോർട്ടർ ചാനലിൽ ഒരു പറ്റം മികച്ച പല മാധ്യമ പ്രവർത്തകരും എത്തി. മാധ്യമ ധർമ്മം അവർ പൂർണ്ണമായി നിർവഹിക്കുന്നുള്ള ഒരു അവകാശമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. എന്നാലും ഒരു പരിധിവരെ അവർ അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അവർ പരിശ്രമം നടത്തി. ആ പരിശ്രമമാണ് ഇവർക്കെല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ആ പരിശ്രമമാണ് ഇവരെല്ലാവരെയും വെട്ടിലാക്കിയത്. ഏറ്റവും വെട്ടിലാക്കിയത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പുറത്തുവിട്ട ആ ഓഡിയോ ക്ലിപ്പാണ്. ആ ഓഡിയോ ക്ലിപ്പ് കോൺഗ്രസിനെ തകർത്തെറിഞ്ഞു എന്ന് മാത്രമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത പോലും UDF-ന് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്നും ആ പുറത്തു വന്ന ശബ്ദ സന്ദേശം, അതായത് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി, വിവാഹാഭ്യർത്ഥന നൽകി ഗർഭിണിയാക്കി അവസാനം ഗർഭചിത്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്ലിപ്പ് ഇതുവരെയായിട്ടും രാഹുലിന് നിഷേധിക്കാനോ അങ്ങനെ ഇല്ല എന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു വക്കീൽ നോട്ടീസ് പോലും ഇതുവരെ റിപ്പോർട്ടർ ചാനലിന് കൊടുത്തിട്ടില്ല. അപ്പോ അത്തരം വിഷയങ്ങളിലൊക്കെ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും UDF-ഉം ഉള്ളത്. അങ്ങനെ UDF-നെ തകർത്തെറിഞ്ഞത് കൊണ്ട് UDF-നെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനൽ ഒരു പേടി സ്വപ്നമാണ്. റിപ്പോർട്ടർ ചാനലിനെ തകർത്തെറിയേണ്ടതുണ്ട് എന്നൊരു അജണ്ട അവർക്കുണ്ട്. BJP സംബന്ധിച്ച് സമാനമായിട്ടുള്ള അവസ്ഥയല്ലേ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി കേരളം പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ തുറന്നു കാട്ടിക്കൊണ്ട് ഇപ്പോൾ കർണാടകയിൽ നടന്നിട്ടുള്ള ഭൂമി കുംഭകോണം ശരിക്കും തുറന്നു കാട്ടുന്ന ഒരു കാഴ്ച ഉണ്ടായത്. അതിലാകെ തകർന്നിരിക്കുകയാണ് BJP. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും തട്ടി നീക്കുക റിപ്പോർട്ടർ ചാനലിനെ. അങ്ങനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ആ ചാനലിനെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിക്കുക എന്നതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം. പക്ഷെ അതിനു മുമ്പിലൊന്നും ആന്റോ മുട്ടുകുത്തുന്നില്ല. കാരണം ആന്റോയ്ക്കും വേറൊരു കാര്യമുണ്ട്. അത് കൂട്ടിക്കെട്ടിപ്പോയി ആന്റോയും പെട്ടു. എന്തുകൊണ്ടാണ്? ആന്റോ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് മറ്റുള്ള മാധ്യമങ്ങളെടുത്ത് ആഘോഷമാക്കാത്തതെന്ന് ചോദിച്ചാൽ ഇന്ന് അയാൾക്ക് ഒരു ചാനൽ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മരമുറി കേസുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ അന്ത്യചർച്ചയുടെ നിരന്തരമായിട്ട് ഒരു കണ്ടന്റായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം അങ്ങനെ ആവാത്തതിനൊരു കാരണം എന്താണ്? ഇവിടെ ആന്റോണിന്റെ അടുത്ത് വലിയ രീതിയിൽ ആഘോഷമാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളെയും മുതലാളിമാരെയൊക്കെ വെച്ച് ഈ റിപ്പോർട്ടർ ചാനൽ വാർത്ത ചെയ്യാൻ തുടങ്ങും. അങ്ങനെ റിപ്പോർട്ടർ ചാനൽ വാർത്ത ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള റിപ്പോർട്ടർ ചാനൽ മറ്റുള്ളവരെയൊക്കെ പൊളിച്ചടക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കാണേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആന്റോ റിപ്പോർട്ടർ ചാനലിനെ വെച്ച് മറ്റുള്ള മാധ്യമങ്ങളെയൊക്കെ വിറപ്പിക്കുമ്പോഴും ആന്റോവിനെ കൂട്ടാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങളും ഇവിടുത്തെ UDF-ഉം BJP-യും ഒക്കെ ഒറ്റക്കെട്ടായി ശ്രമം നടത്തുകയാണ്. പക്ഷെ ടാർഗറ്റ് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ്. റിപ്പോർട്ടർ ചാനൽ അടച്ചുപൂട്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം, അത് മാത്രമാണ് ഇവരുടെ അജണ്ട. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ മെസ്സി ഇവിടെ വരുന്നതോ കലൂർ സ്റ്റേഡിയം നവീകരിക്കുന്നതോ ഇതൊന്നുമല്ല മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ആവശ്യം റിപ്പോർട്ടർ ചാനൽ അടച്ചുപൂട്ടിക്കുക എന്നത് മാത്രമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.